എന്താന്ന് ചോദിച്ചാൽ ചില ആളുകൾ പറയും പാണ്ടിക്കാടടുത്തൊരു മുടിക്കോടുണ്ട്. അതാണ് മലപ്പുറം ജില്ലയുടെ ഒരു പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത മലപ്പുറത്തടുത്തൊരു ചട്ടിപ്പറമ്പുണ്ട്. ഈ പറയുന്നത് യഥാർത്ഥത്തിൽ പാരമ്പര്യത്തെ നിഷേധിക്കലാണ്. മലപ്പുറം ജില്ലയുടെ പൈതൃകവും അതിന്റെ പാരമ്പര്യവും അതിലെ ദീനീ ചലനങ്ങളും പറയുമ്പോൾ അതല്ലേ പറയേണ്ടത്? ഏതെങ്കിലും അൽഫാദുകളിൽ തൂങ്ങലാണോ? അങ്ങനെ ചില ആളുകളെ ചരിത്രത്തിൽ നമ്മൾ കാണാറുണ്ട്. പാരമ്പര്യത്തിന്റെ പൂർണ്ണമായ നിരാസം ഇസ്ലാമിന് സാധ്യമല്ല. നിങ്ങൾക്ക് മനസ്സിലാകണ്ടോ? അത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം. മലപ്പുറത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ എന്താ പറയാ? മലപ്പുറത്തടുത്തൊരു ചട്ടിപ്പറമ്പുണ്ട്. പിന്നെ മഞ്ചേരിയുടെ പ്രത്യേകത വെച്ചാലോ പാണ്ടിക്കാടത്തൊരു മുടിക്കോടുണ്ട്. അങ്ങനെ പറയുന്നു. നമുക്ക് താല്പര്യമുള്ള ചില കാര്യങ്ങളെ മാത്രം പ്രചരിപ്പിക്കുകയും മറ്റു ചില കാര്യങ്ങളെ അപ്പാടെ മൂല്യനിരാസത്തിലൂടെ നിഷേധിക്കുകയും ചെയ്യുന്നത് ശരിയായൊരു പ്രവണതയല്ല. ഇവിടെ കേരളത്തിൽ ആസകലം ശക്തമായ വിവാദങ്ങളുണ്ടായ ഒരു കേശവിവാദം ഉണ്ടായി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവിടെ നമ്മൾ 1-ാം നൂറ്റാണ്ടിന്റെ പാരമ്പര്യത്തെ കാത്തുസൂക്ഷിച്ചുകൊണ്ട് നമ്മൾ ചോദിച്ചു, ഇതിന് വല്ല രേഖയുണ്ടോ, സനതുണ്ടോ? എല്ലാ വിവാദങ്ങളും നമ്മൾ അങ്ങനെയാ ചെയ്തിട്ടുള്ളത്. 1-ാം നൂറ്റാണ്ടിന്റെ പാരമ്പര്യത്തെ കാത്തുസൂക്ഷിച്ചു. ബഹുമാനപ്പെട്ട ഇമ്മത്തീങ്ങൾ പഠിപ്പിച്ച 3 നൂറ്റാണ്ടിലെ കാര്യമായ പണ്ഡിതന്മാർ ലോകത്ത് പഠിപ്പിച്ച ആശയങ്ങളെയും അത് തുടർന്നു വന്ന 2 നൂറ്റാണ്ടുകളിലെ ജനങ്ങളുടെ ആശയങ്ങളെയും ഇമ്മത്തീങ്ങൾ ആശയങ്ങളെയും അതുപോലെ തന്നെ സ്വീകരിക്കുക നമ്മൾ ചെയ്തത്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധമായ മക്കത്ത് ഖലീഫ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തുമ്പോൾ ഹുദൈബിയ എന്ന് പറയുന്ന ഹുദൈബിയ ബൈഅത്ത് നടന്ന സ്ഥലത്ത് ബൈഅത്തുർ റിദ്വാൻ നടന്ന സ്ഥലത്ത് ഹുദൈബിയയിൽ ബൈഅത്തുർ റിദ്വാൻ നടന്ന ഒരു സ്ഥലമുണ്ട്. സ്വഹീഹായ ഹദീസിന്റെ കിതാബുകളിൽ ഒരുപാട് കിതാബുകളിൽ ആ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരിയിൽ സത്യം പ്രതിപാദിച്ചത്. അപ്പോൾ ആളുകൾ ചോദിച്ചു, ഏതാണ് ആ പള്ളി? 14 നൂറ്റാണ്ടിന്റെയും ശേഷം ജനിച്ച വിശുദ്ധി എന്തെന്നറിയാത്തവരല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമകാല സഹാബത്ത് റളിയല്ലാഹു അൻഹുവിന്റെ അവരോട് ന്യായം ചോദിച്ചു, എന്താ നിങ്ങളവിടെ നിസ്കരിക്കാൻ കാരണം? അവർ പറഞ്ഞു, അവരൊരു പേരിട്ടു, ഈ മരത്തിന് പേരിട്ടു, ഈ മരമാണ് ഷജറത്തുർ റിദ്വാൻ. എന്നിട്ട് അവരതിന്റെ ചരിത്ര പശ്ചാത്തലം പറഞ്ഞു. അഷ്റഫുൽ വറ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മരണം വരെ ഞങ്ങൾ യുദ്ധം ചെയ്തോളാമെന്ന് ഓരോ സഹാബിയും കൈപിടിച്ച് ബൈഅത്ത് ചെയ്ത ബൈഅത്തുർ റിദ്വാൻ നിർവഹിക്കപ്പെട്ടത് ഈ ഒരു മരത്തിന്റെ ചുവട്ടിലായിരുന്നല്ലോ. അതെ, ആ മരം ഇതാണ്. പരിശുദ്ധ ഖുർആനിൽ തഹ്ത അശ്ശജറ എന്ന് പരിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തപ്പെട്ടൊരു മരമുണ്ടല്ലോ, ഉണ്ട്. അത് ഈ മരമാണ്. ആ മരത്തിന്റെ ചുവട്ടിൽ വെച്ച് മുത്തുനബിയോട് ബൈഅത്ത് ചെയ്തവർ അല്ലാഹുവിനോടാണ് ബൈഅത്ത് ചെയ്തത് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു ബൈഅത്ത് നടന്നിട്ടുണ്ടല്ലോ, ഉണ്ട്. അതിവിടെ വെച്ചാണ്. വാദം പറഞ്ഞ ആളുകൾക്ക് മുഴുവനും തെളിവുണ്ട്. ഇവിടെ ഒരു വലിയ കാര്യം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം. സഹാബത്തിന്റെ കാലം കഴിഞ്ഞിട്ടുണ്ടാകുന്ന ഒരു സമൂഹത്തിനല്ല താബിഈ എന്ന് പറയുന്നത്. സഹാബികൾ താബിഈങ്ങളിൽ നിന്ന് ഹദീസ് കേട്ട സംഭവമുണ്ട്. സഹാബികൾ താബിഈങ്ങളിൽ നിന്ന് ഹദീസ് പഠിച്ച സംഭവമുണ്ട്. താബിഈങ്ങൾ ദർസിൽ പോയി സഹാബത്ത് ഇൽമു പഠിച്ച സംഭവം വരെ മഹാന്മാരായ ഇമാമിയങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ കാരണം? താബിഈങ്ങളിൽ
മഹാനായ ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു അഷ്റഫുൽ വറാസമാണ് ഇത്തരമൊരു നിസ്കാരം ആരംഭിച്ചത്. അന്ന് ഖലീഫ ബഹുമാനപ്പെട്ട ഉമർ ബൈഅത്തിൽ പങ്കെടുത്ത ആളുകളാണ്. ഞങ്ങൾ ആ ബൈഅത്തിൽ പങ്കെടുത്ത ആളുകളാണ്. ഞങ്ങൾ ഇവിടെ ജീവിച്ചിരുന്നവരാണ്. ഞങ്ങൾക്കാർക്കും ആ മരം ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അന്നവിടെ മരമുണ്ടാകിരുന്നു. അപ്പോൾ ആ മരം ഞങ്ങൾക്ക് ഓർമ്മയുണ്ടാകിരുന്നു. പിറ്റേ വർഷം വന്നപ്പോൾ ആ മരം ഏതാണെന്ന് തിരിച്ചറിയാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങളത് തിരിച്ചറിഞ്ഞത്? ചോദ്യം മനസ്സിലാണ്ടോ? കാര്യം മനസ്സിലാണ്ടോ? ഇത് ആർക്കും നിഷേധിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. ഇബ്നു സഅദിന്റെ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞിട്ടുണ്ട്, ബൈഅത്തുർ റിദ്വാനിനെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നിടത്തും അതേപോലുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറയുന്നിടത്തും മഹാന്മാരായ ഇമാമിയങ്ങൾ ഈ ചരിത്രത്തെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇവിടെ എന്തേ സംഭവിച്ചു? അവരെ ഉമർ റളിയല്ലാഹു അൻഹു താക്കീത് ചെയ്തു. ഇത്തരം പ്രവണതകളെ ഇനി ആവർത്തിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. ആ മരം മുറിച്ചു കളയാൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഉത്തരവിട്ടു. ലൗലാ അന്നി റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലുകി മാ ഖബ്ബൽതുകി. ഹജറുൽ അസ്വദിനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നെ ചുംബിക്കുന്നതെങ്ങാനും ഞാൻ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ നിന്നെ ചുംബിക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് നിസാരമായ ചില കാര്യങ്ങളെ ചേർത്ത് പറയാൻ വേണ്ടി ശ്രമിക്കുന്ന പണ്ഡിതരെ കണ്ടപ്പോഴേ ലജ്ജ തോന്നിപ്പോവാൻ. എന്താ നമ്മൾ ഇത്ര പ്രകോപിതരാകുന്നത്? എന്താ ഇങ്ങനെയൊക്കെ സ്ട്രോങ് ആകുന്നത് ചോദിച്ചാൽ ഇവിടെ തകർക്കപ്പെടുന്നത് ഒരു വലിയ വിശ്വാസമാണ്, ഇല്ലായ്മ ചെയ്യപ്പെടുന്ന വലിയൊരു പാരമ്പര്യം. ഞാൻ ചോദിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഒരു കാര്യം ചേർത്ത് പറയാനുള്ള അവകാശം ആർക്കാണ്? നബി തങ്ങളിലേക്ക് ചേർക്കപ്പെട്ടാൽ ബഹുമാനിക്കണമെന്ന് ചില ആളുകൾ പറഞ്ഞു. താബിഈങ്ങൾ ചേർത്ത് പറഞ്ഞിട്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സമ്മതിച്ചിട്ടില്ല. ഏറ്റവും ചുരുങ്ങിയത് ആ സദസ്സിലുള്ള ഒരു സഹാബി ആ യോഗത്തിൽ റിദ്വാനിൽ പങ്കെടുത്തൊരു സഹാബി. അതാണ് സുന്നത്ത് ജമാഅത്ത്, അതാണ് ബറക്കത്തിന്റെ പാരമ്പര്യം, അതാണ് വിശ്വാസത്തിന്റെ പാരമ്പര്യം. ഇവിടെ നടന്നത് അതിന്റെ പിന്നിലുള്ള അന്തർദേശീയ ഗൂഢാലോചനകൾ വരുന്നതിന്റെയും മുൻപ് ചില കാര്യങ്ങളെ ഞാൻ സൂചിപ്പിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഏതെങ്കിലും മുതഅല്ലിമീങ്ങൾ ഉസ്താദുമാരെ കേട്ട് പഠിക്കുകയാണെങ്കിൽ അവർ പഠിച്ചു വെച്ച അല്ലെങ്കിൽ അയിമത്തീങ്ങൾ പഠിപ്പിച്ച വിശ്വാസത്തിന്റെ ആകത്തുകകളെ നിരാകരിക്കേണ്ടി വരും. ആ വിശ്വാസത്തിന്റെ ആകത്തുകകൾ എന്താണ്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഒരു കാര്യത്തെ ചേർത്ത് പറയാനുള്ള അവകാശം മുഴുവനും സഹാബികൾക്കാണ്. അദ്ദേഹം പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബത്താണ്, ഞങ്ങൾ ബൈഅത്ത് റിദ്വാനിൽ പങ്കെടുത്തവരാണ്, ഞങ്ങൾക്ക് ആ മരം അറിയാതെ പിൻഗാമികളായ നിങ്ങൾക്ക് ആ മരം എങ്ങനെയാണ്? ഈ ഒരു പാരമ്പര്യം വിശ്വാസത്തിന്റെയും തബറുക്കാത്തിനും ഇങ്ങനൊരു പാരമ്പര്യം. ചില വൈജ്ഞാനികമായ ചർച്ചകളിൽ മറുപക്ഷത്തുള്ള ഉലമാക്കന്മാരും അത് സംഭവിക്കുമെങ്കിലും ചില താല്പര്യങ്ങളായിരിക്കാം അത് നിഷേധിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത്, അതല്ലെങ്കിൽ ചില ഭയമായിരിക്കാം. ഇപ്പൊ ഇവിടെ ഒരു മുടി കൊണ്ടുവന്നു, നമ്മൾ ചോദിച്ചു ഏത് സഹാബിയാണ് ആ മുടി സ്വീകരിച്ചത്? ഏതെങ്കിലും ഒരു സഹാബിയാണല്ലോ അത് കൈകൊണ്ട് ഏറ്റുവാങ്ങേണ്ടത്. ഒരു സഹാബി സ്വീകരിച്ചു, അത് അഷ്റഫുൽ വറ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുടിയാണെന്നൊരു സഹാബി പറഞ്ഞു. എന്നാൽ അതിനെ താബിഈങ്ങൾ അംഗീകരിക്കുകയും
സഹാബത്തും അംഗീകൃത ഇമാമിൽ കാര്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ലക്ഷ്യം 14 നൂറ്റാണ്ടിന് ശേഷം ഒരാൾ വരികയാണ്. എന്നിട്ടൊരാൾ പറയാണ്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെളിവുണ്ടോ ചോദിക്കാൻ പറ്റും? പാടില്ല. ചേർത്ത് പറഞ്ഞാൽ ബഹുമാനിച്ചോളാം. ഇങ്ങനെ വിശ്വാസം ഉണ്ടാവുമോ ലോകത്ത്? ഒരു മൂല്യമുള്ള വസ്തുവിന് ഇത്ര വില കുറഞ്ഞ അംഗീകാരങ്ങൾ ആരെങ്കിലും കൽപ്പിക്കോ? നിങ്ങൾ ആരോടായി പറയുന്നത്? ശരാശരി വിദ്യാഭ്യാസം ഡിഗ്രിയുടെ മുകളിലുള്ള ഒരു സമൂഹം, മതവിശ്വാസത്തിൽ +2 വരെ മദ്രസകൾ പ്രവർത്തിക്കുന്ന കേരളം, ഇവിടുത്തെ വായനാ തൽപരരും ചിന്തയുമുള്ള ജനങ്ങളോട് ചിലർ വന്നിട്ട് പറയാണ്, ഇതാ 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു ദിവസം അഷ്റഫുൽ വറ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശറഫാക്കപ്പെട്ട മുടി കളഞ്ഞിരുന്നു. ആ മുടി ഇതാ ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പൊ നമ്മൾ ചോദിച്ചു, നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ചോദിക്കാൻ പാടില്ല. ചേർത്ത് പറഞ്ഞാൽ ബഹുമാനിച്ചോ. ഇതൊരു തട്ടിപ്പാണ്. ഇതിന്റെ പഴയ സംഘടനയ്ക്ക് ഒരു പ്രത്യേകത എന്താണ്? ശരി മാത്രം പറയാ, തെറ്റ് മാത്രം ചെയ്യുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഷഅർ മുബാറക്ക് ബഹുമാനിക്കപ്പെടേണ്ടതാണ്. സംശയമുണ്ടോ? ഇത് ആദരിക്കപ്പെടേണ്ടതാണ്. സംശയമുണ്ടോ? അതിൽ വെള്ളം കുടിക്കുന്നതിന് ബറക്കത്തുണ്ട്. സംശയമുണ്ടോ? അഷ്റഫുൽ വറ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ബഹുമാനിക്കലും ആദരിക്കലും നിർബന്ധമാണ്. സംശയമുണ്ടോ? ഇതിന് എത്ര ഹദീസാണ്, എത്ര ഇമാമിങ്ങളെ കിതാബിലല്ലാതൊക്കെ ഉണ്ടാവുമല്ലോ. ഈ ശരി ഇങ്ങനെ പ്രസംഗിക്കാം, എന്നിട്ടോ എവിടുന്നോ കൊണ്ടുവന്നൊരു മുടി മുക്കി വെള്ളം ഇങ്ങനെ കൊടുക്കുക. അത് ചില നിയോഗങ്ങളാണ്. ശരി മാത്രം പറയും, തെറ്റ് മാത്രം ചെയ്യുകയും ചെയ്യും. വലിയ അത്ഭുതം തോന്നുന്നുണ്ട് അല്ലേ? അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർത്ത് പറഞ്ഞാൽ ബറക്കത്തെടുക്കാം. ബറക്കത്തെടുക്കുന്നതിന് ചേർത്ത് പറഞ്ഞാൽ മതി. ആര് പറയണം? ആരാ ചേർത്ത് പറയേണ്ടത്? നബിതങ്ങളിലേക്ക് ചേർത്ത് പറയേണ്ടത് സഹാബത്താണ്. സഹാബികളിലേക്ക് ചേർത്ത് പറയേണ്ടത് താബിഈങ്ങളാണ്. ഒരു ശൈഖിലേക്ക് ഒരു കാര്യം ചേർത്ത് പറയേണ്ടത് ആ ശൈഖിന്റെ മുരീദന്മാരാണ്. ഒരു ഉസ്താദിലേക്ക് ഒരു കാര്യം ചേർത്ത് പറയേണ്ടത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ്, സമകാലികരാണ്. സമകാലികരല്ലാത്ത ആര് ചേർത്ത് പറയേണ്ടത് അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഈ ചേർത്ത് പറയുന്നതിന്റെ ന്യായം എന്താ? പോട്ടെ, മറുപക്ഷത്തുള്ള ഉലമാക്കന്മാരാണല്ലോ, മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു. എന്റെ സാധാരണക്കാർ അറിയാൻ വേണ്ടി പറയാൻ. ഇതിന്റെ പിന്നിൽ എന്തോ എന്നല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ചില ലക്ഷ്യങ്ങളുണ്ട്. ഞാനതിന്റെ പണ്ഡിത ഭാഷ്യം പറയാൻ. അവനത്ര താഴ്ന്ന് സംസാരിച്ചുകൂടാ, അതുകൊണ്ട് പറയാം. ഇത്തരം ഇപ്പൊ ഒരു ചട്ടി വന്നിട്ട്, ചട്ടിപ്പറമ്പല്ല, ആ ചട്ടി പരിശോധിച്ചാല് അതിൽ നഖ്ശുള്ള, അതിൽ കാണുന്നത് ചെമ്പിനെ ഉരുക്കി എഴുതിയ ശൈലിയാണ്. അസദ് സഖാഫിക്ക് ഒരു ചട്ടി കിട്ടിയിരുന്നു, ഇവരെ പ്രദർശിപ്പിച്ചു. ഇത് മാർക്കറ്റ് ഇഷ്ടം പോലെ. എന്തായാലും അതിലെ ലിപി, വിദ്യാർത്ഥികളായ ആളുകളാണല്ലോ നമ്മൾ, കുറെ പഠനം നടത്തുന്ന ആളുകളും കുറെ അറിവുള്ള ആളുകളൊക്കെ. അതിന്റെ ലിപി പരിശോധിക്കുക. ഹിജറ 600 ശേഷം അറബ് ലോകത്ത് വന്ന ഒരു എഴുത്തിന്റെ ശൈലിയാണത്. അത് ഇന്നും പരിശോധനയ്ക്ക് വിധേയമായ മനസ്സിലാവും. അത്തരമൊരു ലിപി മുൻകാലത്ത് അറബികൾക്കിടയിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മളവിടെ ചില അച്ചൊക്കെ വരുന്നത് പോലെ എഴുത്തിലും ഭാഷയ്ക്കൊക്കെ കാലികമായ ചില മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ മാറ്റങ്ങളുടെ ഭാഗമായി ഈ കാലിഗ്രാഫി വന്നിട്ട് ഏകദേശം ഹിജറ 600 ശേഷമാണ്. അടിമ വംശത്തിന്റെ ഭരണത്തിന് ശേഷമാണ് അത് ആരംഭിച്ചത് അഭിപ്രായം. അതല്ല, അയ്യൂബികളുടെ ഭരണത്തിന്റെ അവസാനത്തിലാണെന്ന് പറഞ്ഞവരുണ്ട്. ഏതായാലും 600 ശേഷമാണ് ഈ സംഭവം രംഗത്ത് വന്നിട്ടുള്ളത്. അർത്ഥം, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളം കുടിച്ചു എന്ന് നിങ്ങൾ പറയുന്ന പാത്രം, ആ പാത്രത്തിൽ ഈ എഴുത്ത് വന്നിട്ടുണ്ട് എന്ന കാര്യം നിഷേധിക്കാൻ പറ്റില്ല. പാത്രത്തിൽ എഴുത്തുണ്ട്, മനസ്സിലാണ്ടല്ലോ. പിന്നെ ഇവിടെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ആ പാത്രം ആണെന്നിരിക്കട്ടെ, അങ്ങനെ തന്നെ വെച്ചോ. എന്താ സംഭവിക്കുക? ഇത് ഉരുക്കണം, കത്തിച്ചിട്ട് ഉരുക്കണം, എന്നിട്ട് അരച്ചിലിട്ട് രണ്ടാമത് വാർക്കണം. എങ്കിലേ ചെമ്പിനെ വീണ്ടും ആ രീതിയിൽ ചെമ്പിൽ തന്നെ, അതിന്റെ ബോഡിയിൽ തന്നെ എഴുത്തിനെ രൂപപ്പെടുത്താൻ പറ്റുള്ളൂ.
കൊത്തിണ്ടാക്കുന്ന എഴുത്തല്ല, വാർത്തുണ്ടാക്കുന്ന നഖ്ഷ് ചെയ്യുന്ന എഴുത്താണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ എന്തായിരുന്നു സത്യം പറയുന്നവർ പറയേണ്ടത്? സത്യം പറയേണ്ടതായിരുന്നെങ്കിൽ എന്റെ ഭാഷ എന്താ? ഈ പാത്രത്തിൽ കുടിച്ചെന്ന അല്ല, കുടിച്ച പാത്രം കൊണ്ട് ഉണ്ടാക്കിയ വേറൊരു പാത്രമാണ്. മനസ്സിലാക്കി പറയായിരുന്നെങ്കിൽ എന്താ പറയേണ്ടിയിരുന്നത്? മനസ്സിലായില്ല? മനസ്സിലായോ? സത്യം തന്നെ പറയുകയാണെങ്കിൽ എന്താ പറയേണ്ടിയിരുന്നത്? നിങ്ങൾ സത്യമാണെന്ന് വിശ്വസിക്കുന്ന സ്വന്തം അനുയായികളോട് നേതാക്കൾ പറഞ്ഞു കൊടുക്കേണ്ടിയിരുന്നത് മക്കളെ പഴയൊരു ലോഹാണെന്ന് പറയും. ഇതിന്റെ അടിയിൽ ഒരു സ്റ്റാർ. ഈ സ്റ്റാർ ഇന്ന് ലോകത്ത് കാണുക എവിടെയാണ്? സ്റ്റാർ ഓഫ് ഡേവിഡ്. അത് ഇസ്രയേലിന്റെ പതാകയിലാണ് ആ കൊടി, ആ നക്ഷത്രം കാണുന്നത്. ഇസ്രയേലികൾ അവരുടെ വെബ്സൈറ്റ് വഴി ആ നക്ഷത്രത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ സ്റ്റാറിനെ സംബന്ധിച്ച് വളരെ വിശദീകരിച്ച് രചകരോടിയുടെ ഉൾപ്പെട്ട പണ്ഡിതന്മാർ മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇസ്രായേലിലെ പറയുന്നില്ല. ഇസ്രായേലികൾ തന്നെ പരിചയപ്പെടുത്തുന്നത് ഇറാൻ കേന്ദ്രീകരിച്ചുള്ള ചില മന്ത്രവാദികൾ അഭിചാര പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി ഇത്തരം പാത്രങ്ങൾ ഉപയോഗിച്ചതായി രേഖകളിൽ കാണുന്നുണ്ട്. ജൂതകൂട്ടത്തിൽപ്പെട്ട ചില അഭിചാര പ്രവർത്തകർ ഇറാനിന്റെ ചില പ്രദേശങ്ങളിൽ 18ാം നൂറ്റാണ്ടുകളിൽ മന്ത്രവാദത്തിന് വേണ്ടി ഇത്തരം പാത്രങ്ങൾ ഉപയോഗിച്ചത് കാണാമെന്നാണ് ഇസ്രയേൽ പോലും ഈ സ്റ്റാറിനെ കുറിച്ച് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് ഈ സ്റ്റാർ ഇല്ലാതാണ്. സൈനിസം അതിന്റെ അടയാളമായി ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഭീകരവാദ മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കുന്നൊരു രാജ്യം അതിന്റെ ദേശീയ പതാകയിൽ ചാർത്തിയ, നമ്മൾ അശോക സ്തംഭത്തെ ചാർത്തിയതുപോലെ ദേശീയ പതാകയിൽ ചാർത്തിയ ഒരു നക്ഷത്രത്തിന്റെ ചിഹ്നം എങ്ങനെയാണ് കാന്തപുരമെത്തി അബൂബക്കർ മുസ്ലിയാരുടെ ശറഫാക്കപ്പെട്ട പാത്രത്തിലെത്തി എന്നൊരു ചോദ്യം. ഇന്ന് ലോകത്ത് നടക്കുന്ന ചില അനാചാരങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ കട്ടന്റെ പിന്നിൽ ചരട് വലിച്ചുകൊണ്ടിരിക്കുന്നവരിലേക്ക് വിരൽ ചൂണ്ടുന്ന കാര്യമാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശ്രേഷ്ഠമാക്കപ്പെട്ട ശരീരത്തിന് പെരടിയിൽ തട്ടുന്നതിനപ്പുറം നീളമുള്ള മുടിയുണ്ടായിരുന്നില്ല എന്ന് ബഹുമാനപ്പെട്ട സഹാബത്ത് റളിയല്ലാഹു അൻഹും മുഴുവനും പഠിപ്പിച്ചിരിക്കെ, അവിടുത്തെ ശറഫാക്കപ്പെട്ട ശരീരത്തിൽ വളർന്ന മുടിയുടെ വലിപ്പം യമുരിബുൽ മൻകിബ് എന്ന് പണ്ഡിതന്മാർ അടിവരകൾ ചേർത്ത് പറഞ്ഞു. മൻകിബ് എന്ന് പറഞ്ഞാൽ കഴുത്തിന്റെയും വൽ മൻകിബു ബിഫതഹിൽ മീമി വതസ്രിൽ കാഫി. ഇമാം നബവി റളിയല്ലാഹു അൻഹു എന്താണ് മൻകിബ് എന്ന് ആദ്യം പറഞ്ഞിട്ട് പറഞ്ഞു, മീമിന് ഫതഹ് കൊണ്ടും കാഫിന് കസ്ർ കൊണ്ടും മൻകിബ് എന്ന് പറഞ്ഞാൽ കഴുത്തിന്റെയും കൈച്ചട്ടയുടെയും എല്ലുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ്. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പെരടി. അതിലപ്പുറം നീണ്ടൊരു മുടി. സഹാബത്ത് റളിയല്ലാഹു അൻഹു മുതൽ ഇന്ന് വരെയും ഇമാമിയങ്ങൾ പറയാത്തിടത്ത് ഒരു അറബി രാജകുമാരൻ വന്ന് ചെറിയൊരു മുടിയുടെ കഷ്ണം കാന്തപുരമെത്തി അബൂബക്കർ മുസ്ലിയാരുടെ കയ്യിൽ കൊടുത്തു. തക്ബീർ ധ്വനികൾ ചൊല്ലി അവരത് സ്വീകരിച്ചു. 3 or 4 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഞാൻ മുറിച്ചു കൊടുത്ത മുടിയുടെ ഒറിജിനൽ ലോകത്തിന്റെ മുമ്പിൽ പ്രദർശിപ്പിച്ചു. സുബ്ഹാന ജല്ല വഅല, അതിന് ഒരുപാട് നീളമുണ്ടായിരുന്നു. മുടിവെട്ടാത്ത പ്രാകൃതനായ ഒരു മനുഷ്യന്റെ തല കളഞ്ഞതുപോലെ ആർക്കും തോന്നുന്ന രീതിയിൽ അഷ്റഫുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഖസ്റജി ആ മുടിയുടെ ചിത്രം പിന്നീട് പുറത്തുവിട്ടു. ആയിരത്താണ്ടുകൾ
മസോണിസത്തിന്റെ ആളുകളും അതേപോലെ സയനിസ്റ്റുകളും പരിശുദ്ധ ദീനിന്റെ ശത്രുക്കളും ജൂതലോബിയും അഷ്റഫുൽ വറ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പരിഷ്കാരവുമില്ലാത്ത പ്രാചീനനായ മനുഷ്യനായിരുന്നുവെന്ന് ആയിരത്താണ്ടുകൾ അവരിലെ ഒരു ദൃശ്യമായി ആളുകൾക്ക് എങ്ങനെ കാണിച്ചു കൊടുക്കാമെന്നതിന്റെ ദൃശ്യാവിഷ്കാരം പോലെ തോന്നി ഖസ്റജിയും അതേപോലെ ജാലിയാവാലയും പുറത്തുവിട്ട മുടി കണ്ടപ്പോ. അതിൽ ദൃശ്യാവിഷ്കാരമായി ശറഫാക്കപ്പെട്ട പുണ്യ ശരീരത്തിനെ കാർട്ടൂണിലൂടെ വരയ്ക്കാൻ ശ്രമിച്ചവർക്ക് കഴിയാത്തത്, സൽമാൻ റുഷ്ദിക്ക് കഴിയാത്തത്, തസ്ലിമാൻ നസ്രിന് കഴിയാത്തത്, പണ്ഡിത ലോകത്തെ കാശ് കൊടുത്ത് വാങ്ങിയിട്ടോ വാങ്ങാതെയോ സാധിപ്പിച്ചെടുത്ത മനുഷ്യന്റെ ക്രൂരമായ പുഞ്ചിരിയാണ് ഖസ്റജിയുടെ മുഖത്ത് നമുക്ക് വായിക്കാൻ കഴിഞ്ഞത്. ഈ ആക്രമണത്തിന് വിധേയമാകാൻ വിശ്വാസവും പാരമ്പര്യവും തകർക്കപ്പെടാൻ അനുവദിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇപ്പോൾ പാത്രത്തിൽ ലോക മുസ്ലിം സമൂഹം ഏറ്റവും വെറുപ്പോടുകൂടി കാണുന്നൊരു പതാകയുടെ ചിത്രം. ലോക മുസ്ലിം സമുദായം ഏറ്റവും വെറുപ്പോടുകൂടി കാണുന്നൊരു സാധനമാണ് ഇസ്രയേലിന്റെ പതാക. ആ ഇസ്രയേലിന്റെ പതാകയുടെ മധ്യത്തിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട സ്റ്റാർ ഓഫ് ഡേവിഡ് അതൊരു മുസ്ലിം ചിഹ്നമായിരുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ആരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ്? അതൊരു മുസ്ലിം അടയാളമായിരുന്നു എന്ന് വരുത്തി തീർക്കുന്നത് ഈ പതാകയുടെ നേരെ അറപ്പോടെയും വെറുതെയും നോക്കുന്ന ഫിലിസ്തീനിലെ സാധാരണക്കാരൻ മുതൽ ഇങ്ങവിടെ ഇന്ത്യയിൽ പോലും ഇസ്രായേലി ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ വേണ്ടി ഓടി നടക്കുന്ന മുസ്ലിം യുവതയുടെ നേരെയാണ് നമ്മളിത് അംഗീകരിച്ചാൽ നമ്മുടെ സമൂഹത്തെ ഇത്തരം അതിക്രമങ്ങളെ പ്രതിരോധിക്കാൻ നമ്മൾ പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ നട്ടുവളർത്തിയത് മുഴുവനും നശിച്ചുകൊണ്ടിരിക്കുന്നത് നാം തന്നെ കാണേണ്ടി വരും. സംഘടനാ കുടിയടയാളങ്ങളൊക്കെ പിന്നീട് വന്നതല്ലേ? വിശുദ്ധമായ വിശ്വാസവും പാരമ്പര്യവും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്കൊന്നല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇത് വളരെ വേദനാജനകമായി തോന്നുന്നത്. ഇങ്ങനെ സാംസ്കാരികാധിനിവേശത്തിലൂടെ പാരമ്പര്യത്തിന്റെ മൂല്യനിരാശത്തിലൂടെ പല വഴിക്കും ആളുകൾ വരുന്നുണ്ട്. നിങ്ങൾ നെറ്റിൽ പോയിട്ട് ഈ കോപ്പ പരിശോധിച്ചാൽ കാണാൻ കഴിയും വേറൊരാളെ. എല്ലായിടത്തേക്കും നോക്കരുത്. അതിൽ അത് ഖാദറോവാണ്, ചെച്ചൻ പ്രസിഡന്റ്. ഒരു രാജ്യം വലിയ ആദരവോടുകൂടി സ്വീകരിച്ചല്ലോ എന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പറയുന്ന ഖാദറോവ്, അയാളുടെ ഡ്യൂട്ടി എന്താ അറിയോ? അയാൾ റഷ്യൻ പട്ടാളത്തിലെ വ്ളാദിമിർ പുടിന്റെ റഷ്യൻ പട്ടാളത്തിലെ മേജർ ജനറലായ പട്ടാള ഉദ്യോഗസ്ഥനായിരുന്നു ഖാദറോവ്. ഇയാൾ ചെയ്തത് ചെച്ചിനയിലെ വിമോചന പോരാളികളുടെ നെഞ്ചിലേക്ക് സ്വന്തം മതവിശ്വാസവും ജീവിതവും സംരക്ഷിക്കാൻ വേണ്ടി അടുക്കളത്തിലിറങ്ങിയ ധീര മുജാഹിദുകളുടെ നെഞ്ചിലേക്ക് പണ്ട് നമ്മളെ മഞ്ചേരിയിലെ ആമു പോലീസ് ചെയ്തതുപോലെ വെടിയുതിർത്ത ആളാണ് ചെച്ചൻ പ്രസിഡന്റ് ഖാദറോവ്. അയാൾ മതവിശ്വാസത്തിനെതിരാവുകയും മതവിശ്വാസികൾ അയാൾക്കെതിരാവുകയും ചെയ്തപ്പോ അയാളെ പ്രതീകാത്മകമായി പുണ്യവൽക്കരിക്കുവാൻ വേണ്ടി തിരുശേഷിപ്പുകളുടെ സൂക്ഷിപ്പുകാരനാണിവനെന്നും അതുകൊണ്ട് മതവിശ്വാസികൾ ഇയാളെ ആദരിക്കണമെന്നും വരുത്തി തീർക്കാൻ വേണ്ടി ഖാദറോവിന്റെ പിന്നിൽ ചലിച്ചവർ അവരുടെ അന്താരാഷ്ട്ര ഏജന്റായ ഖസ്റജിയെയും ആ ഖസ്റജിയുടെ സിഇഒ അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻ ഓഫീസറായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെയും ആർഭാടപൂർവ്വം ചെച്ചിനിയിലേക്ക് ആനയിക്കുകയും അവിടെ വെച്ചിട്ട് ഈ കപ്പയാൾക്ക് കൈമാറപ്പെടുകയും ചെയ്തു. ഇതൊരു അച്ചുതണ്ടാണ്, ഒരേ ഒരു അച്ചുതണ്ടാണ്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഗൂഢസംഘങ്ങൾ പരിശുദ്ധ മുസ്ലിമിന്റെയും ഇസ്ലാമിന്റെയും മുസ്ലിമിന്റെയും
കഴുത്തിൽ കത്തിവെക്കാൻ ആഗ്രഹിക്കുന്ന, സാംസ്കാരികമായി തകർക്കാൻ ശ്രമിക്കുന്നവരാണ്. നമ്മൾ ആദരവോട് വിശ്വസിക്കുന്ന കാര്യങ്ങൾക്കൊക്കെയും സംശയം ജനിപ്പിക്കുക എന്നത് ഔഫറിന്റെ കാലം മുതൽ ഇന്ന് വരെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെതിരെ പ്രവർത്തിച്ചിരുന്നവരുടെ തന്ത്രമാണ്. അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ വറാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശേഷിപ്പുകൾക്ക് പകരം ഡ്യൂപ്ലിക്കേറ്റുകളെ ഇറക്കിക്കൊണ്ടുവരുന്നവരുടെ ലക്ഷ്യം യഥാർത്ഥ തിരുശേഷിപ്പിൽ നമുക്ക് സംശയമുണ്ടാവലാണ്. കള്ളപ്രവാചകന്മാരെ സൃഷ്ടിച്ചവരുടെ ലക്ഷ്യം യഥാർത്ഥ പ്രവാചകന്മാരെ നമ്മൾ സംശയിക്കലാണ്. കള്ളത്വരീഖത്തുകളുമായി വന്ന അഭിനവ ശൈഖന്മാരുടെ ലക്ഷ്യം യഥാർത്ഥ ശൈഖന്മാരെ നമ്മൾ പറഞ്ഞു നിൽക്കും. നിങ്ങൾ കടയിൽ ചെന്നപ്പോ ഒരു ആയത്തിന്റെ നോട്ട് തന്നു, എന്തായിരിക്കും നിങ്ങളെ കോലം? നമ്മൾ ശരിക്കും അനുഭവിച്ചല്ലേ? പണ്ട് കുറെ 500 ഇറങ്ങിയിട്ടുണ്ട്, കണ്ടെയ്നറിൽ വന്നിട്ടുണ്ടായിരുന്നു. 500 നോട്ട് കിട്ടി എങ്ങനെ നോക്കണം? നോക്കാനൊന്നും അറിയില്ലെങ്കിൽ നോക്കിയൊക്കെ ആവണത്ര. അതിലെന്താ ഏജിയൊന്നും അറിയാം, എന്നാലും ഇങ്ങനെ നോക്കണാകുമ്പോ തരുമല്ലോ. ഒരു കാക്ക ഇങ്ങനെ നോക്കണുണ്ട്. അപ്പൊ ഇങ്ങനെ നോക്കണേ, എനിക്ക് അതിന്റെ ഉള്ളിലൊന്നും കാണുന്നില്ല. അഥവാ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ ഓ മാറ്റി തരുമല്ലോ. എന്നിട്ട് കാക്കാന്റെ ഭാഗത്ത് ഒറിജിനൽ ആണോ തിരിയുണ്ടോ? ഇതുപോലെ യഥാർത്ഥ ആധാറുകളെ സംശയിക്കാൻ വേണ്ടി ഡ്യൂപ്ലിക്കേറ്റ് ആധാറുകളെ അവതരിപ്പിക്കുക എന്നതൊരു ബുദ്ധി തന്നെയാണ്. അതിന്റെ പ്രചാരകരായി പണ്ഡിതന്മാരെ ലഭിച്ചു എന്നത് ഇവർക്ക് കിട്ടിയ പെട്ടെന്ന് വിജയിക്കാൻ പറ്റിയ ഒരു കാര്യമായിട്ട്. യഥാർത്ഥ ആധാറുകളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണമെന്ന് പറയലോടുകൂടി ഇത്തരം കള്ളനാണയങ്ങൾ മാനദണ്ഡങ്ങൾ ലംഘിച്ചു വന്ന ഒന്നിനെയും അംഗീകരിക്കരുതെന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം ഞാൻ തീർത്തു പറയാണ്. നബി തങ്ങളിലേക്ക് ചേർത്ത് പറഞ്ഞ അല ഹസ്രത്ത് അഹ്മദ് റസാ ഖാൻ ഫാദിൽ ബറൽവി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വിശാലമായ ഒരു ഫത്വയിൽ പറഞ്ഞു. ഞാൻ എന്റെ ഫേസ്ബുക്കിൽ അത് പുറത്തു അലാസ്രത്തിന്റെ ഒരു ഫത്വ വായിച്ചിട്ടായിരുന്നു പേരോടിന്റെ പ്രസംഗം. ഫത്വന്റെ മുമ്പ് തീർത്ത് വായിച്ചോട്ട ജനങ്ങൾ. ഇപ്പൊ എല്ലാവർക്കും ഭാഷ അറിയാലോ. ഉറുദുവിലുള്ള അദ്ദേഹത്തിന്റെ ഫത്വയുടെ മൂലകൃതി നമ്മൾ പുറത്തുവിട്ടു. അദ്ദേഹം ഞാനീ പറഞ്ഞ ആശയത്തിൽ ഊന്നി പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസർ അതിനെ ആദ്യം സ്വീകരിച്ച ഒരു സഹാബിയാണെങ്കിൽ സഹാബികൾ ബഹുമാനിച്ച പിന്നെ താബിയങ്ങൾ ബഹുമാനിക്കല്ലോ, താബിയങ്ങൾ ബഹുമാനിച്ചാൽ അയിമ്മത്തെ ദീൻ ബഹുമാനിക്കല്ലോ. അതോടുകൂടി ആ സാധനം തവാത്തുറായല്ലോ. പിന്നെ നമ്മൾ എന്തിനാണ് അതിന്റെ തെളിവുകൾ പരതുന്നത്? ചോദ്യം ന്യായാണല്ലോ. ഇത് നമ്മളും പറയണാണ്, അയലാസുരത്ത് പറയണോ ഞങ്ങൾ പറയണോ ഒന്നാണ്. സഹാബി കുടുംബത്തിൽ ജനിക്കാത്തവരെ സഹാബികളെ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതൊരു തെറ്റല്ല ഞാൻ പറയുന്നത്. ഇത് ആസൂത്രിതമായൊരു ഗൂഢാലോചനയാണ്. ചില പിഴകൾ മനുഷ്യന് സംഭവിക്കാറുണ്ട്, അത് സ്വാഭാവികമാണ്. അതായിരുന്നോ എന്ന സംശയം ഞങ്ങളുടെ മുതൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ വാക്കിൽ ഞങ്ങൾ ശക്തമായി സംശയിക്കുന്നു. ഹുബ്ബുൽ അൻസാരി മിനൽ ഈമാൻ എന്ന കാര്യം പറഞ്ഞുകൊണ്ട് കേരളീയ ജനതയ്ക്ക് അഹമ്മദ് ഖസറജിയെ പരിചയപ്പെടുത്തി കൊടുത്തതിന്റെ ലക്ഷ്യം എന്താണ്? ആ ഹദീസിൽ പറഞ്ഞ അൽ അൻസാർ 14 നൂറ്റാണ്ടിന്റെയും ശേഷം വിസിറ്ററായി ഇന്ത്യയിൽ വന്ന ഒരു അൻസാറാണോ? അതല്ല മദീനത്ത് അഷ്റഫുൽ വറാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ച അൻസാറാണോ? ഇന്നമദ്ദീനു ബിൽ ഇസ്നാദി ഔ ബിൽ അസ്നാദ് എന്ന പ്രസംഗം മുതൽ വ്യാജമായ ഒരു സനദ് അവതരിപ്പിക്കാൻ ശ്രമിച്ചത്, ആ സനദ് വ്യാജമായി അവതരിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ പിന്നിലുള്ള ഗൂഢലക്ഷ്യം എന്താണ്? ചുരുക്കി പറഞ്ഞാൽ മറ്റുള്ളവരുടെ ആക്രമണങ്ങളെക്കുറിച്ച് പറയുന്നതിന്റെ മുമ്പ് സുന്നിയായിരുന്നവർ, സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിൽ ജീവിക്കുന്നവർ, ശാഫിഈ മദ്ഹബും അശ്അരി തരീഖത്തും അനുസരിച്ച് ജീവിക്കുന്ന നമ്മൾ ഇന്ന് വരെ കടന്നു വന്ന പാരമ്പര്യത്തെ നിരാകരിക്കരുത്. കേരളത്തിലെ മുജാഹിദീങ്ങളൊന്നും സാധനം ഐറ്റികളെ കാര്യം വന്ന് മനസ്സിലാക്കാൻ എന്താ മാർഗം തന്നെ? ഐറ്റികളെ കാര്യം മനസ്സിലാക്കാൻ ആകെ ഒരു മാർഗമുള്ളൂ. എന്താണ്? മഞ്ചേരിയിൽ വന്നിട്ട് നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡ് ചോദിക്കണം. മഞ്ചേരിയാണല്ലോ ഇവിടെ സമസ്യ നമ്മൾ
നടക്കല ബസ് സ്റ്റാൻഡിൽ അവയെ മനസ്സിലാവും. യഥാർത്ഥത്തിൽ പുതിയ ബസ് സ്റ്റാൻഡ് എവിടെ? കോടതിന്റെ അവിടെയാണ്. പുതിയ ബസ് സ്റ്റാൻഡിന് പേരുള്ളതോ ഇങ്ങനെ തലക്കുളമാണ്. ഇതേപോലെയാണ് ഇപ്പൊ മുജാഹിദിന്റെ സ്ഥിതി. ഒറിജിനൽ മുജാഹിദ് ആരാ വെച്ചാൽ ഇപ്പൊ കുടുങ്ങാണ്. സലഫി ആകണം എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ ജിന്നുണ്ടെന്ന് പറഞ്ഞ സലഫിയാണോ, ജിന്നില്ലാതെ പറഞ്ഞ സലഫിയാണോ, അതല്ലെങ്കിൽ നമ്മൾ ഈ പഴയ ബസ് സ്റ്റാൻഡ് നിൽക്കണ മാതിരി AP അബ്ദുൽ ഖാദർ പോലും ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേനം. ഇതാണോ എന്ന് സംശയം വരികയാണ്. മുജാഹിദിന്റെ കോലം അങ്ങനെ ആയിട്ട് ആശയപരമായ കടുത്ത ദാരിദ്ര്യം. എന്തായാലും ചില പള്ളികളിലൊക്കെ ബോർഡ് വന്നിട്ട്, എന്താ ബോർഡ്? മൂല്യരം പാരമ്പര്യം നിഷേധിച്ചവർക്ക് കിട്ടുന്ന സ്വാഭാവിക ശിക്ഷ ഖത്തീബുമാരുടെ ശ്രമിപ്പ് സമാപരമാണ് എന്ന് കമ്മിറ്റി. എവിടെ ഫാൾട്ട് വെച്ചത് പുറത്തു പറയാൻ സാധാരണക്കാർ നിർബന്ധിതരായത് ഒറ്റ കാര്യത്തിലാണ്. എന്താണ്? ഖുതുബ എന്നതിന് നിങ്ങൾ പ്രസംഗം എന്നർത്ഥം വെച്ചു കൊടുത്തു കുട്ടിയേക്ക്. എങ്ങനെ? ഖുതുബ എന്നതിന് പ്രസംഗം എന്നർത്ഥം വെച്ചു കൊടുത്തു. 14 നൂറ്റാണ്ടിൽ കൊച്ചിയിലെ ചെമ്പിട്ട പള്ളിയുടെ അടുത്തുള്ള ഒരു പള്ളിയിൽ മലയാളത്തിൽ ഖുതുബയോതുന്നതിന്റെ മുൻപ് മുസ്ലിം പാരമ്പര്യത്തിൽ അങ്ങനെ ഒരു മലയാള ഖുതുബല്ല. ഖുതുബക്ക് പ്രസംഗം എന്നർത്ഥം പഠിപ്പിച്ചു കൊടുത്തു നേതാക്കന്മാർ. അനുയായികളായ മൗലവിമാര് കയറി ഒരു ഖുതുബ തുടങ്ങി. എങ്ങനെ ഉദാഹരിക്കാം? അൽഹംദുലില്ലാ, അതുണ്ടാവും. ഇവിടെ ചില ഏമ്പോക്കികളുണ്ട്. അവർ ജിന്നുണ്ടെന്ന് പറയുന്നു, ജിന്നുകൾ പ്രവർത്തിക്കും, സഹായിക്കുമെന്ന് പറയുന്നു. അല്ലാഹു അല്ലാതാരും സഹായിക്കാനില്ല. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. അവരെ പിടിച്ച് പുറത്താക്കേണ്ടതാകുന്നു. അങ്ങനെ അവർ മുശ്രിക്കുകളാകുന്നു. ഇതിങ്ങോട്ട് കേട്ടതോടുകൂടി ശരിക്കും പള്ളിയില് മറ്റേ നമ്മളെ വാളൊന്നുമില്ലല്ലോ കയ്യില്. അടിയായി. പോലീസ് വന്നു. പോലീസ് പറഞ്ഞു ഖുതുബയോദ, പക്ഷേ സമാധാനപരമാണ്. കമ്മിറ്റി കൂടി തീരുമാനിച്ചു, നാട്ടിൽ കൂടി ഖുതുബ, നിങ്ങളുടെ ഖുതുബ സമാധാനപരമായിരിക്കണം, സംഘർഷമുണ്ടാക്കാൻ പാടില്ല ഖുതുബയിൽ. ഈ ഭാഷാർത്ഥം വെച്ചപ്പോ ഖുതുബ എന്ന് പറഞ്ഞാൽ പ്രസംഗം എന്നല്ലേ അർത്ഥം? നിങ്ങൾ ചോദിച്ചു ഇപ്പങ്ങൾ എന്താ പറയണേ? ഖുതുബ എന്ന പ്രസംഗം എന്താ? ഞാൻ പറഞ്ഞുതരാം. ഡോക്ടർ എന്ന് എഴുതി, അതിന്റെ മലയാളം എന്താ? വൈദ്യൻ അല്ലേ? വൈദ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് മുമ്പ് വരുന്ന കോലേതാ? എന്നോട് ഒരു വലിയ പിന്നെ എന്താ പറയാ പാത്രം, എന്താ പറയാ, ഒരു ഡോക്ടർ വെച്ചാലോ നിങ്ങളുടെ മനസ്സിൽ വരുന്നതാ? കസേരയിലിരിക്കണു, പിന്നെ അങ്ങനെ ആ പ്രഷർ നോക്കണ വേറൊരു മെഷീൻ, ഇങ്ങേപ്പുറത്ത് വേറൊരു മെഷീൻ, സ്കാനിങ്ങിന് വേറൊരു മെഷീൻ, ഇതെല്ലാം ഓർമ്മ വരുന്നത്. വൈദ്യർ എന്നതിന്റെ അർത്ഥം ഡോക്ടർ എന്നല്ലേ വെച്ചാൽ എന്താ പറയാ? ഡോക്ടർ എന്ന് എഴുതുമ്പോൾ ഒരു DR ഒരാൾ ടർന്ന് വായിച്ചാൽ എന്താ നമ്മൾ അത് എഴുതിയ ആളുകളുടെ പാരമ്പര്യം അങ്ങനെ വായിക്കലല്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ബുദ്ധിയില്ലാത്തവർ നേതൃത്വം കൊടുത്താലുണ്ടാകേണ്ടതാണ് ഇത്. അത് വളരെ ശ്രദ്ധിക്കണം. പാരമ്പര്യ നിഷേധത്തിൽ നിന്നുണ്ടാകുന്ന മൂല്യനിരാശമാണ്. മൗലീദിന്റെ വിഷയത്തിൽ അങ്ങനെ തന്നെ, റാത്തീബിന്റെ വിഷയത്തിലും അങ്ങനെ തന്നെ, എല്ലാ വിഷയത്തിലും. ചില ആളുകൾ വലിയ കോളിൽ പറയും ഖുതുബിയ്യത്തിലുള്ള ഒരു സ്ഥലത്ത് വലിയൊരു പൊടിയൊക്കെ വെച്ചിട്ട് ഖുതുബിയ്യത്തിന്റെ പിന്നിട്ടു. ഖുതുബിയ്യത്ത് ഇവിടെ ഷെയ്ഖ് ബഹുമാനപ്പെട്ട സുലൈമാനുൽ ഖാഹിരി തങ്ങളുടെ കാലം മുതൽ നമ്മൾ അതേ ചൊല്ലിപ്പോരുന്നതല്ലേ? ഇത് വലിയ സംഭവമാണ്. എന്നിട്ട് അതിന്റെ പിന്നിൽ ചില ആത്മീയ വിപണനം ലക്ഷ്യം വെക്കും. വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ് ഇതൊക്കെ. ചില ആളുകള് തരീഖത്തൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ബേജാറായി പോകും. കാരണം ലോകത്ത് മൂപ്പർക്ക് നേരിട്ടിറങ്ങിയായി തോന്നി. ഷെയ്ഖ് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിട്ടില്ലാത്ത ആശയം ഏതു തരീഖയിലും നിരാകരിക്കപ്പെടുന്നതാണ്. ആവശ്യമില്ലാത്ത വാദങ്ങളുമായി രംഗത്ത് വരുന്ന പലരും
പാരമ്പര്യത്തെ നിഷേധിക്കുകയാണ്. അതുവഴി അവരിവിടെ ചെയ്യാൻ പോകുന്നത്, അവർ നശിപ്പിക്കാൻ പോകുന്നത് വളരെ ഗൗരവത്തോടുകൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണമെന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ലക്ഷ്യമാക്കുന്നത് അതാണ്, അത് പഠിപ്പിക്കാനാണ്, ആശയം നിലനിർത്താനാണ് നമ്മൾ എല്ലാവരും പരിശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമാണ് കാസർഗോഡ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമ്മേളനം. കാസർഗോദയുള്ള സംഘടനാ ആശയങ്ങളെക്കുറിച്ച് ബോധമുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ പ്രചരണ രംഗത്ത് വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവമുള്ളവരായി എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മാറണം. എല്ലാ രംഗത്തും ദഅവാ രംഗത്ത് ശ്രമിക്കണം, ശ്രദ്ധിക്കണം. പുത്തനാശയങ്ങൾ കടന്നു വരുന്നതിനെ പ്രതിരോധിക്കണം. ശാന്തമായ സംവാദവും ശരിയായ കാര്യങ്ങളെ കാണാനുള്ള മനക്കരുത്തും നല്ല രീതിയിൽ സംവദിക്കാനുള്ള കഴിവും ആർജിച്ചെടുത്ത് പരിശുദ്ധ വിശ്വാസത്തെ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മളെല്ലാവരും പരിശ്രമിക്കണം. മൂല്യനിരാസത്തെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല, പൈതൃകത്തെ നമുക്ക് നിഷേധിക്കാനാവില്ല. സഹാബത്ത് റളിയല്ലാഹു അൻഹും സ്വീകരിച്ചിട്ടില്ലാത്ത ഒരു ജീവിതക്രമത്തെ പരിശുദ്ധ ദീനിന്റെ പേരിൽ ആര് കൊണ്ടുവന്നാലും അംഗീകരിക്കാനാവില്ല എന്ന് നമ്മളെല്ലാവരും ഉറക്കുകയും മഹാന്മാരായ ഇമാമിയങ്ങൾ പഠിപ്പിച്ച ആശയങ്ങൾ ഉറച്ചു നിൽക്കുകയും ചെയ്യണം. അല്ലാഹു തആല നമുക്കെല്ലാം